വോയിസ് ഓഫ് ദ ചർച്ചിലേക്ക് വീണ്ടും സ്വാഗതം. AD 345 മെസൊപ്പൊട്ടോമിയയിൽ നിന്നും ന്യായത്വമ്മൻ്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂര് ഇറങ്ങിയ ഒരു സമൂഹം ഇന്ന് വളർച്ചയിലും തനിമയിലും ഇന്ന് മറ്റ് സഭകൾക്ക് മാതൃകയാകുന്ന രീതിയിൽ വളർന്ന് പന്തലിച്ചു കഴിഞ്ഞു. ഇന്ന് ജ്ഞാനായ സഭ കേരളത്തിലും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ പടർന്നു പന്തലിച്ച് അതിശക്തമായ ഒരു സമൂഹമായി, ഒരു സമുദായമായി മാറിക്കഴിഞ്ഞു. അവരുടെ വിശ്വാസ ജീവിതത്തെ പ്രോജ്വലിപ്പിക്കുന്ന അഭിവന്ദ്യ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ പിതാവാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. അഭിവന്ദ്യ പിതാവെ, അങ്ങേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. പിതാവെ, പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം നമ്മളുടെ യുവാക്കളുടെ ഇടയിൽ ഇപ്പം ലിവിങ് ടുഗദറൊക്കെ പോലെയുള്ള പല, നമുക്കറിയാം, ടൗൺ കൾച്ചറിൽ അവർ ജോലി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൗൺ രാത്രി ക്ലബ്ബുകൾ, അങ്ങനെയുള്ള ഒട്ടനവധി മേഖലകളിലേക്ക് അവർ തിരിയുന്നതായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം MDMA തുടങ്ങിയ മയക്കുമരുന്നുകളുടെ ഉപയോഗം ഇന്ന് യുവാക്കളുടെ ഇടയിൽ ഞെട്ടിപ്പിക്കുന്നതാണ്. അതുപോലെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം, പിതാവ് ഇൻ്റർനെറ്റ് മിഷൻ്റെ ചെയർമാൻ എന്നതിൽ അറിയാം, യുവാക്കളുടെ ഇടയിൽ ഈ ഇൻ്റർനെറ്റ് അഡിക്ഷൻ, ഇൻ്റർനെറ്റ് അടിമത്തം ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ യുവതലമുറയ്ക്ക് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതല്ലേ? തീർച്ചയായിട്ടും പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചും എനിക്ക് പറയാനുള്ളത്, ഈ യുവജനങ്ങളെക്കുറിച്ച്, ഏത് കാലഘട്ടത്തിലുമുള്ള യുവജനങ്ങളെക്കുറിച്ച് മുതിർന്നവർ പരാതിപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. അത് നമ്മൾ ഒരു 15 വയസ്സായിരുന്ന സമയത്ത് നമ്മൾ അന്ന് ബീഡി വലിക്കുമായിരുന്നു. ചെറുപ്പക്കാർ ബീഡി, അപ്പം ഇവർ മുഴുവൻ തകർന്നുപോയി. ബീഡി വലിക്കുന്നത് അന്ന് അനുവദിക്കപ്പെട്ടിരുന്ന ഒരു കാര്യമല്ല. പക്ഷേ അന്നൊക്കെ ആൺകുട്ടികളൊക്കെ മാതാപിതാക്കളെ കാണാതെ പോയി ബീഡി വലിച്ചിട്ടുണ്ട്. സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് വിരളമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? മാതാപിതാക്കളെ ധിക്കരിച്ച് അറിയാതെ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് നിഷിദ്ധമെന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങളൊക്കെ യുവജനങ്ങൾ അങ്ങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്ത കുട്ടികളെ എന്ത് ചെയ്തു? അവരെ നമ്മൾ തിരുത്തി, അവരോടത് ശരിയല്ലെന്ന് പറഞ്ഞു. പിന്നീട് അത് അവർക്ക് മനസ്സിലായി, അതായത് അത് ശരിയല്ലെന്ന് പിന്നീട് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയുള്ള സാമൂഹികമായിട്ടുള്ള ചില തിന്മകൾ യൗവനകാലത്തിലാണ് അതിലേക്ക് പോകാനുള്ള പ്രവണത ഈ പ്രായത്തിൽ അവർ കൂടുതലായിട്ടുണ്ട്. അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മയക്കുമരുന്നാണ് മദ്യപാനത്തേക്കാൾ കൂടുതൽ യുവജനങ്ങളെ സ്വാധീനിക്കുന്നു. മയക്കുമരുന്നുണ്ട്. പിന്നെ അവരൊരു ഡിജിറ്റലായിട്ട് ഒരു അഡിക്ഷൻ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൂടുതൽ, പണ്ടതൊന്നും ഇല്ലായിരുന്നു. ഇപ്പം അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളും ഒക്കെ കുറേയേറെ മുന്നോട്ട് പോയി. അതായത് സോഷ്യൽ മീഡിയ എന്ന രീതിയിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എല്ലാം ഉപയോഗിച്ച് അവർ മുന്നോട്ട് പോയപ്പോൾ അവരതിൻ്റെ പ്രതിസന്ധി മനസ്സിലാക്കി. ഇപ്പോൾ ബിൽ ഗേറ്റ്സ് ഉൾപ്പെടെയുള്ള അത്രയും ധനാഢ്യരായിട്ടുള്ള മൈക്രോസോഫ്റ്റിനായിട്ട് ബന്ധപ്പെട്ട വ്യക്തി തൻ്റെ മക്കൾക്ക് ഒരു പ്രായം കഴിഞ്ഞിട്ടാണ് സ്ക്രീൻ ടൈമിന് കൂടുതൽ കൊടുത്തത്. എന്തുകൊണ്ടാണ്? അവർക്കത് മനസ്സിലായി. അതുപോലെ തന്നെ ഈ പറയുന്ന പോപ്പുലേഷൻ കൺട്രോൾ കണ്ടമാനം വേണം, ജനസംഖ്യ നിയന്ത്രിക്കപ്പെടണം എന്ന രീതിയിൽ വലിയ വലിയ പ്രൊപ്പഗാൻഡ നടത്തിയ രാജ്യങ്ങൾ ഇന്ന് പോപ്പുലേഷനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അന്ന് വേണ്ടെന്ന് പറഞ്ഞവരാണ്. 0 പോപ്പുലേഷനിൽ അവരെത്തി. അപ്പോൾ ഇന്ന് അവർ പോപ്പുലേഷനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പം നമ്മുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്, നമ്മുടെ യുവജനങ്ങളൊക്കെ അഡിക്ഷനാണ്. അപ്പോൾ നമുക്കിതൊന്നും ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതായത് സോഷ്യൽ മീഡിയ ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല, സാധിക്കില്ല. ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതിനകത്തുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും അവരെ തിരുത്താനായിട്ട് നമ്മൾ ഒന്നാകെ ശ്രമിക്കുകയും ചെയ്യുകയെന്ന് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂ. പ്രോ ആക്റ്റീവായിട്ട് നിൽക്കുക. വീട്ടിലാണ് പേരൻസ്, കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാം. പേരൻസും സ്ക്രീൻ ടൈം കുറയ്ക്കാം. തീർച്ചയായിട്ടും. കാരണം ഉദാഹരണത്തിന് അവരുടെ പരീക്ഷയുടെ സമയത്ത്, അല്ലെ പ്രാർത്ഥനയുടെ സമയത്ത് മാതാപിതാക്കൾ അത് ഉപയോഗിക്കാൻ പാടില്ല. അവരിരുന്ന് പഠിക്കുകയും പരീക്ഷയ്ക്ക് പഠിക്കുകയും മാതാപിതാക്കൾ ഇത് കാണുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് അവർക്ക് കൊടുക്കുന്ന എന്താ മെസ്സേജ്, ഇത് കുഴപ്പമില്ലെന്നല്ലേ. അപ്പം അതുകൊണ്ട് അവർ പഠിക്കുമ്പോൾ മാതാപിതാക്കൾ അത് നിയന്ത്രിക്കണം. പ്രാർത്ഥനയുടെ സമയത്ത് വേണ്ടെന്ന് വയ്ക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള മാതാപിതാക്കളും ചില നിയന്ത്രണങ്ങൾ ഈ കാര്യത്തിൽ വയ്ക്കണം. അവരോട് പറയണം കാര്യകാരണ സഹിതം ഇതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ എന്താ. കണ്ണിന് പ്രശ്നം ഉണ്ടാവാം, നമ്മുടെ കോൺസെൻട്രേഷൻ പ്രശ്നം ഉണ്ടാവാം,
അങ്ങനെയുള്ള ഓർമ്മശക്തി ആരോഗ്യ പ്രശ്നങ്ങൾ, പിന്നെ അതിനേക്കാൾ കൂടുതൽ ബന്ധങ്ങൾ നഷ്ടപ്പെടും. അതായത് വ്യക്തിബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തോടു കൂടി സംഭവിക്കുന്ന എന്താണ്, നമുക്ക് സോഷ്യലായിട്ട് ഒത്തിരി ബന്ധങ്ങൾ, ഡിജിറ്റൽ ബന്ധങ്ങളാണ് നമുക്കുള്ളത്, ഫേസ്ബുക്ക് ബന്ധങ്ങളാണ്. മാനുഷിക ബന്ധങ്ങൾ കുറയുന്നു. ഈ മാനുഷിക ബന്ധങ്ങൾ കുറയുന്നിടത്ത് വളർച്ച മുരടിച്ചു പോകും. പ്രളയകാലത്ത് പറഞ്ഞു കേട്ടൊരു കഥയുണ്ട്, കുട്ടികൾക്ക് വെള്ളം ഇങ്ങനെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് വിളിക്കാൻ ഇന്ത്യയിൽ നമ്പർ ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് സൗഹൃദങ്ങളില്ല. സൗഹൃദം. അപ്പോൾ നമുക്ക് അന്താരാഷ്ട്രപരമായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, ബന്ധങ്ങളുണ്ട്, ലൈക്കുണ്ട്. പക്ഷെ നേരിട്ടുള്ള ബന്ധങ്ങൾ അതുവഴിയായിട്ട് കുറയുന്നു, കുടുംബത്തിലും കുറയുന്നു എന്നുള്ളത് അപകടകരമായൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ നേരിട്ടുള്ള ബന്ധങ്ങൾ, കുടുംബത്തിൻ്റെ ബന്ധങ്ങൾ, ഈ സോഷ്യൽ മീഡിയ അത് തകർക്കാതിരിക്കാനായിട്ട് ബോധപൂർവമായ ശ്രമം കുടുംബത്തിൽ മാതാപിതാക്കളിലൂടെ ഉണ്ടാകും. പണ്ട് പിതാവ് യുവജനങ്ങളുടെ ഇടയിൽ നല്ല സ്നേഹബന്ധങ്ങൾ, ഊഷ്മളമായ സ്നേഹബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അത് നല്ല കുടുംബ ബന്ധങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അതൊരു തെറ്റാണ് എന്നൊക്കെ ഒരു ചിന്ത വരികയോ അല്ലെ വരുത്തപ്പെടുകയോ ഒക്കെ ചെയ്തു. പിന്നെ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളാവാം, അത്തരം നല്ല ബന്ധങ്ങൾ ഇന്ന് വളരെ കുറഞ്ഞു പോകുന്നുണ്ട്. മുമ്പേ ചോദിച്ച ഒരു ചോദ്യത്തിന് ഞാൻ ഒരു മറുപടി പറയാൻ വിട്ടുപോയി. അതായത് ലിവിങ് ടുഗെദർ, ലാവൻഡർ മാരേജസ്, ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രവണതകൾ നമ്മുടെ യുവജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അവർ കാണുന്നുണ്ട് നമ്മൾ ക്രിസ്തീയമായിട്ടുള്ള വിവാഹ കുദാശ എന്താണ്, അത് ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള ബന്ധങ്ങളാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇവർ കാണുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അതിലേക്ക് സാവധാനത്തിൽ നമ്മുടെ യുവജനങ്ങൾ, വിശ്വാസ പരിശീലനം ലഭിച്ച കുട്ടികൾ, അതുപോലെ തന്നെ മറ്റു രാജ്യത്ത് പോകുന്നവർ, അവിടുത്തെ വിവാഹങ്ങൾ അതൊക്കെ നിയമപരമായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ പിന്നെ വിവാഹം വേണ്ടെന്ന് വരുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകും. കുട്ടികൾ വേണ്ട, അല്ലെങ്കിൽ താമസിച്ച് മതി, ഒരു കുട്ടി പോലും വേണ്ട എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് വിവാഹം, എന്തുകൊണ്ട് വിവാഹം, അത് സഭയുടെ പഠനം എന്താണ്, എന്തുകൊണ്ടാണ് സ്ത്രീയും പുരുഷനും തമ്മിൽ വിവാഹം, അതിന് കാരണം ഇപ്പോൾ പുരുഷനും സ്ത്രീയും എന്താണ് അതിൻ്റെ ന്യായ. അപ്പോൾ ഈ പുരുഷനും തമ്മിൽ വിവാഹം ചെയ്താൽ നമുക്ക് പലതും നഷ്ടമാകുന്നുണ്ട്. എന്താ നഷ്ടമാകുന്നത്? നമുക്ക് സന്താനങ്ങളില്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നു, ലോകത്തിന് ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഇനി ദൈവം എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ. സ്ത്രീയും പുരുഷനും എന്നുള്ളതാണ് ആ ഒരു ദൈവികമായ പദ്ധതിയുടെ ഭാഗമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലുള്ള മനുഷ്യൻ്റെ പങ്കാളിത്തമാണല്ലോ തീർച്ചയായിട്ടും വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒന്നിച്ചുള്ള ഒരു ജീവിതമല്ലല്ലോ വിവാഹം എന്ന് പറയുന്നത്. കുടുംബജീവിതം എന്ന് പറയുന്നത് ഒന്നിച്ചുള്ള ജീവിതത്തിനപ്പുറത്ത് ഉള്ള സ്നേഹവും കൂട്ടായ്മയും സന്താന അംഗങ്ങൾ ഉണ്ടാവുക എന്നുള്ളതും ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് സഭാത്മകമാണ്, അത് ദൈവികമായ പദ്ധതിയുടെ ഭാഗമാണ്, അതുപോലെ തന്നെ ബൈബിൾ അധിഷ്ഠിതവുമാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ യുവജനങ്ങളോട് നിരന്തരമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. പിതാവേ, നമ്മളിപ്പം സന്താന പുഷ്ടിയുള്ളവരായി പെറ്റി പെരുകണമെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. തീർച്ചയായും സന്താനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബവും സമൂഹവും സമുദായമൊക്കെ വളരണമെങ്കിൽ തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. പിതാവേ, നമ്മുടെ കോട്ടയം അതിരൂപതയ്ക്ക് കൂടുതൽ മക്കളുള്ള കുടുംബങ്ങളെ കൂടുതൽ മക്കൾ ഉണ്ടാകാൻ പ്രോത്സാഹിപ്പിക്കുന്ന തരം പദ്ധതികൾ, കർമ്മ പദ്ധതികൾ എന്തെങ്കിലും? കൂടുതൽ മക്കൾ ഉണ്ടാകുന്ന ഒരു പ്രവണത ചെറുപ്പക്കാരുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഒരു കാലത്ത് കുട്ടികൾ ഉണ്ടാകാതിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾ 1 മതി 2 മതി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലുള്ള യങ് കപ്പിൾസിൻ്റെ ഇടയിൽ 2, 3, 4, 5, 6 അങ്ങനെയൊക്കെയുള്ള കുട്ടികളുള്ള കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി അപ്പോൾ അതൊരു പ്രോത്സാഹനത്തിനപ്പുറത്ത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പലരും ചെയ്യുന്നത്, അവരുടെ കുട്ടികളുടെ മാമുദീസ വരുമ്പോൾ അല്ലെങ്കിൽ പ്രവേശന കുദാശകൾ വരുമ്പോൾ ഞങ്ങൾ പോകാറുണ്ട്. കുട്ടികൾക്ക് 4ാമത്തെ കുട്ടികൾ മുതലുള്ള കുട്ടികൾക്ക് സ്കൂളിൽ, പ്രത്യേകിച്ച് അൺഎയ്ഡഡ് സ്കൂളുകളിൽ അവർക്ക് ഫീസിന് ഇളവുകൾ കൊടുത്തുകൊണ്ട് ഞങ്ങൾ പഠിപ്പിക്കാറുണ്ട്. അത് ഞങ്ങൾ കഴിഞ്ഞ അസംബ്ലിയിലെടുത്ത തീരുമാനമാണ്. അതുപോലെ തന്നെ 4ാമത്തെ കുട്ടിയുടെ പ്രസവ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ കാരിതാസ് ആശുപത്രിയിലും മറ്റ് ആശുപത്രികളിലും ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെ ആഘോഷമായ ആദ്യ കുർബാന സ്വീകരണത്തിന് സാധിക്കുമെങ്കിൽ ഞങ്ങൾ പോകാറുണ്ട്. ഇടവകളിൽ അവരെ ആദരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതേസമയം അങ്ങനെയൊക്കെയുള്ള പ്രവണതകൾ, അതായത് കുട്ടികൾ കൂടുതൽ ഉണ്ടാകണമെന്ന ആഗ്രഹം ഏതായാലും
നമ്മുടെ ആളുകളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് സത്യമാണ്. നേരത്തെ ഇല്ലായിരുന്നു, പക്ഷേ വർദ്ധിച്ചു വരുന്നു. സഭയുടെ ഒരു പിന്തുണയും അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വലിയ പ്രതിസന്ധിയാണ്. നമുക്കറിയാം, വിവാഹം എന്ന് പറയുന്ന ഒരു കുദാശയിലൂടെയാണ് കുടുംബം നിലനിൽക്കുന്നത്. അങ്ങനെയാണ് തീർച്ചയായും സഭ വളരുന്നത്. ഇന്നിപ്പോൾ നമുക്കറിയാം, ഓരോ രൂപതകളും, നമുക്ക് കോട്ടയം അതിരൂപതയായാലും ഒരുപാട് ആളുകൾ കല്യാണം കഴിക്കാതെ വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹിതരാകാതെ ഒട്ടനവധി യുവാക്കളും യുവതികളും ഇന്നുണ്ട്. അവരെ യോജിപ്പിക്കാൻ, അവർക്കൊരു ജീവിതം ലഭിക്കാൻ അവർ പല വിധത്തിലുള്ള മാതാപിതാക്കളും ഒക്കെ പലവിധ അന്വേഷണങ്ങളൊക്കെ നടത്തി അവരുടേതായ രീതിയിൽ അന്വേഷണം നടന്നിട്ട് അവർക്കൊരു നല്ല ചേരുന്നൊരുവനെ അവർക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള അവർക്കൊരു ജീവിതം ലഭിക്കുവാൻ എന്തെങ്കിലും ഒരു കർമ്മ പദ്ധതികളോ എന്തെങ്കിലും അങ്ങനെയുള്ള കൂടിച്ചേരലുകൾക്ക് അവസരങ്ങളോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതൊരു പ്രായോഗികമായിട്ടാണ് ഞാനിതിനെ സമീപിക്കുന്നത്. എനിക്ക് കൂടുതൽ ഉത്തരങ്ങൾ ഇതിനെ പറയാനില്ല. കാരണം ഞാനിതിനെ നിരീക്ഷിച്ചപ്പോഴും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ ഉൾപ്പെടുന്ന കുടുംബങ്ങളിൽ ഇപ്പം കൂടുതൽ നമ്മൾ പറയുന്നത് ആൺകുട്ടികളെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന നമ്മുടെ കുടുംബത്തിൽ പെട്ട ഒരു പെൺകുട്ടിയെ ഇതുപോലെ വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ഒരു ആൺകുട്ടിക്ക് ആയിട്ട് വിവാഹം കഴിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാണോ? നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ തയ്യാറാണോ? നമ്മൾ തയ്യാറാവില്ല. കാരണം പലതാണല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ പെൺകുട്ടി നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, ഒരു ജോലിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും ജോലിയുള്ള ഒരു പുരുഷനെ ഉണ്ടാവണമെന്ന് എല്ലാ മാതാപിതാക്കളും എല്ലാവരും ആൺകുട്ടികൾ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അത്ര ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കുന്നില്ല. അവർ ഇതുപോലെ ഈ പറഞ്ഞ പോലെ മറ്റ് സർട്ടിഫൈഡ് ആയിട്ടുള്ള അല്ലാതെ തൊഴിൽ പഠിക്കുന്നു, തൊഴിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു കാലഘട്ടത്തിൽ വന്ന ഒരു കാര്യമാണ്. പക്ഷേ അതായത് ഇപ്പോൾ ഒരു 10, 25 അല്ലെങ്കിൽ 30, 40 വയസ്സ് പ്രായമുള്ള ഒരുപറ്റം ആൺകുട്ടികൾ എല്ലാ സമുദായത്തിലും ഉണ്ട്, എല്ലാ രൂപതകളിലും ഉണ്ട്, കുറച്ച് പേരുണ്ട്. ഞാൻ അതവിടെ നിർത്തിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് അങ്ങനെ പല കാരണങ്ങളും. അവർ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നതിനപ്പുറത്ത് അവർക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല, ജോലി കണ്ടെത്താൻ കഴിഞ്ഞില്ല. എപ്പോഴും പെൺകുട്ടികൾക്കാണ് തൊഴിൽ സാധ്യത. ലോകത്തിൽ എവിടെ ചെന്നാലും അങ്ങനെ തന്നെയാണ്. നല്ല ജോലി എന്ന് പറയുന്നത് പെൺകുട്ടികൾക്കാണല്ലോ കൂടുതൽ. അപ്പോൾ അവർ നന്നായിട്ട് പഠിക്കുന്നു, പെൺകുട്ടികൾ കൂടുതൽ പ്രോത്സാഹനം കിട്ടുന്നു, അവർ നേഴ്സിങ്ങിന് പോകുന്നു, അല്ലെങ്കിൽ മറ്റ് മേഖല തിരഞ്ഞെടുക്കുന്നു. ജോലി ഉറപ്പാണ്. അതെ, അവർക്ക് ജോലി ഉറപ്പാണ്. അതേസമയം ആൺകുട്ടികൾ അവർ എഞ്ചിനീയർ പാസ്സായാലും മറ്റ് മേഖലയിൽ പോയാലും തൊഴിൽ സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പഠനം പല കാരണങ്ങൾ കൊണ്ട് വേണ്ടെന്ന് വയ്ക്കേണ്ടി വന്നു, പഠിക്കാൻ സാധിച്ചില്ല, മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവരുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളില്ല, അവരെല്ലാവരും കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞു. നമ്മുടെ ഒന്നും കുടുംബങ്ങളിലില്ല ഈ പ്രായത്തിലുള്ള, ഈ സെഗ്മെൻറ്റിലുള്ള ആൺകുട്ടികളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളില്ല എന്നുള്ളത് വാസ്തവമാണ്. അതിനെന്താ പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, അങ്ങനെ വന്നുപോയി എന്നുള്ളതാണ്. പക്ഷേ ഇനിയുള്ള തലമുറ, ഇനിയുള്ള ആൺകുട്ടികൾ ചിന്തിക്കേണ്ടത്, അവർ ചിന്തിക്കുന്നുണ്ടല്ലോ, നമ്മൾ കാണുന്ന അങ്ങനെയാണ്, നന്നായിട്ട് പഠിക്കുക, ജോലി കണ്ടെത്തുക, ജോലി അന്വേഷിച്ച് പോവുക, കഠിനാധ്വാനം ചെയ്യുക, നല്ല സ്വഭാവശുദ്ധിയോടുകൂടി നിൽക്കുക. നല്ല സ്വഭാവശുദ്ധിയോടുകൂടി നിന്നാൽ നമ്മളെ അന്വേഷിച്ച് വരും. നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കപ്പുറത്ത് നല്ല സ്വഭാവശുദ്ധി ഉണ്ട് എന്ന് പൊതുസമൂഹം അംഗീകരിച്ചാൽ തേടിയെത്തുമെന്നാണ് നമുക്ക് തന്നെ അറിയാമല്ലോ. നമ്മളോട് ഒരു വിവാഹത്തെക്കുറിച്ച് ഒരാൾ വന്ന് ചോദിച്ചാൽ ആ ചെറുപ്പക്കാരൻ നല്ലവനാണെന്ന് നമ്മൾ പറയുമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അതൊരു വലിയ സർട്ടിഫിക്കറ്റാണ്. ജോലിയില്ല എന്ന ഒറ്റ കാരണത്താലല്ല, മറിച്ച് സ്വഭാവം എന്നുള്ളത് വളരെ പ്രധാനം. എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നില്ല ഇന്നത്തെ ചെറുപ്പക്കാരെല്ലാം മോശമെന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. സ്വഭാവശുദ്ധി എന്നുള്ളത് ഒരിക്കലും നഷ്ടപ്പെടുത്താതെ കഠിനാധ്വാനവും നല്ല വിദ്യാഭ്യാസം തേടാനുള്ള മനസ്സും ത്യാഗം ചെയ്യാനുള്ള മനസ്സും ഒക്കെ വെച്ചാൽ. പിതാവേ, പണ്ട് നമ്മൾ മക്കൾ എണ്ണം വളരെ 10, 12 മക്കളുള്ള സമയത്ത് നമ്മൾ മക്കളുടെ എണ്ണം അത്രയും വേണ്ട എന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ വൈദികർ പറയുന്ന ഒരു പരിധി വരെ, പിന്നീട് ഇപ്പോൾ മക്കൾ വേണം എന്ന് പിതാവ് പറഞ്ഞ് മക്കൾ കൂടുന്നുണ്ട്. സ്വാഭാവികം സഭയുടെ പഠനങ്ങൾ, വൈദികരുടെ കുർബാന മധ്യയുള്ള വചനപ്രഘോഷം, ഇതൊക്കെ വിശ്വാസികളെ സ്വാധീനിക്കുന്നുണ്ടെന്ന് യാതൊരു തർക്കവുമില്ല. നമുക്കറിയാം പിതാവ്, ഇപ്പോൾ നമ്മുടെ യുവാക്കളുടെ വിവാഹപ്രായം, അതാണ് ഒരു യഥാർത്ഥ ക്രൈസിസ് എന്ന് പറയുന്നത്. അവർ നേരത്തെയൊക്കെ 23, 24 വയസ്സ് കിട്ടി, ഇപ്പോൾ 30 വയസ്സ്, അവർക്ക് ജോലി കിട്ടി, സമ്പത്ത്, സുരക്ഷിതത്വം വന്നിട്ട് കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചിരുന്ന പലരുമാണ് യഥാർത്ഥത്തിൽ പെൺകുട്ടികളെ കിട്ടാണ്ട് പോയത്. അപ്പോൾ വിവാഹപ്രായം കുറയ്ക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രബോധനം, അല്ലെങ്കിൽ അത്തരമുള്ള ഒരു ക്യാമ്പയിൻ നമ്മൾ ആരംഭിക്കേണ്ടത്. ഇല്ല, ഇത് ക്യാമ്പയിൻ ആരംഭിക്കേണ്ടതില്ല, ഓർഗനൈസ്ഡ് ആയിട്ട് ആരംഭിക്കണം. അത് വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. എൻ്റെ ഒരു നിരീക്ഷണമാണ്.
കാരണം ഇപ്പോൾ പല കുട്ടികളുടെയും വിവാഹം നേരത്തെ തന്നെ അവർ ആലോചിക്കുന്നു. അങ്ങനെ വളരെ ഒരു 10ഉം 20ഉം 25ഉം ഒക്കെ പ്രായവും ആകുമ്പോൾ തന്നെ വിവാഹത്തെക്കുറിച്ച് മാതാപിതാക്കളും ഈ കുട്ടികളും ഒക്കെ ചിന്തിച്ച് അതിലേക്ക് വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം അനുഭവത്തിലൂടെ പല കാര്യങ്ങളും മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ശ്രദ്ധിച്ചു, യുവതി യുവാക്കന്മാരും ശ്രദ്ധിച്ചു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് അതൊരു ഭാവിയിലൊരു വലിയ വിഷയമായിട്ട് വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. പക്ഷേ വേറെ ചില സാമൂഹികമായിട്ടുള്ള ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് സ്വാധീനിക്കപ്പെടാനായിട്ടുണ്ട് ഉള്ളതുകൊണ്ട് നമ്മളെപ്പോഴും മുൻകരുതലുകൾ എടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും പിതാവ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം. ഇപ്പോഴത്തെ വിവാഹങ്ങൾ അത് പിന്നെ കടലിൽ വെച്ച് വിവാഹം നടക്കുന്നു, ആകാശത്തിൽ വെച്ച് വിവാഹം നടക്കുന്നു, വെള്ളി വെളിച്ചങ്ങളിലെ വലിയ ആഘോഷങ്ങളുടെ നടുവിലാണ് ഇന്ന് പല വിവാഹങ്ങളും, പിതാവിനറിയാം. പക്ഷേ ഇതിനൊക്കെയുള്ള അല്പായുസാണ് പലതിനും. ഇപ്പോൾ വിവാഹമോചനം നമുക്ക് അത്ഭുതകരമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചില ഇടവകളിൽ പോയി കണക്കെടുക്കുമ്പോൾ ഞെട്ടിക്കുന്നതാണ് വിവാഹമോചനത്തിന് കണക്ക്. പണ്ട് വിവാഹമോചന നിരക്ക് 0% ഉണ്ടായിരുന്ന കത്തോലിക്ക സഭയിലെ യുവതികളുടെ ഇടയിൽ ഇന്ന് ഇത്രയേറെ വിവാഹമോചനം വർദ്ധിക്കാനുണ്ടായ ഒരു കാരണം എന്താണ്? അതിനുള്ള കാരണങ്ങളിലൊന്ന്, നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ന് കുട്ടികൾ 1, 2 അങ്ങനെയൊക്കെ വരുമ്പോൾ വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ കുട്ടികൾ പറയുന്ന കാര്യങ്ങളെല്ലാം മാതാപിതാക്കൾ സാധിച്ചു കൊടുക്കുന്നു. നിയന്ത്രണങ്ങൾ കുറയുന്നു. ഇത് ഇപ്പോൾ വേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി എന്ന് പറയുന്നില്ല മാതാപിതാക്കൾ. നമ്മളൊക്കെ വളർന്നപ്പോൾ നമുക്ക് പലതും ചോദിച്ചത് മുഴുവനും കിട്ടിയിട്ടില്ല. അതിൻ്റെ പേരിൽ നമ്മുടെ ഭൗതികമായോ ആത്മീയമായോ വളർച്ചയ്ക്ക് ദോഷകരമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. അത് പിന്നീട് നമുക്ക് ഗുണകരമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എല്ലാം കിട്ടിയല്ല എന്ന് നമ്മൾ തന്നെ മനസ്സിനെ നമ്മൾ പരുവപ്പെടുത്തി. അപ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ വന്നാലും നമ്മൾ അതിനെ നേരിട്ടിരുന്നു. നമുക്ക് അതിനുള്ള ശക്തി കിട്ടിയിരുന്നു. എങ്ങനെയാണ് കിട്ടിയത്? ചില കാര്യങ്ങൾ മാതാപിതാക്കൾ വേണ്ടെന്ന് മാതാപിതാക്കൾ വേണ്ടെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്കറിയാം, പിന്നീട് മനസ്സിലായി. അങ്ങനെ മാതാപിതാക്കൾ ആ രീതിയിലുള്ള പരിശീലനമാണ് നമുക്ക് കിട്ടിയത്. ഇന്ന് കുട്ടികളാണ് തീരുമാനിക്കുന്നത്, അത് മാതാപിതാക്കൾ സാധിച്ചു കൊടുക്കുക. ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഇത് അടുത്ത വിദ്യാഭ്യാസത്തിന് പ്രശ്നം ഉണ്ടാവും. ഒരു ജീവിത പങ്കാളി എന്ന നിലയിൽ വിവാഹത്തിലേക്ക് വരുമ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കണം എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെയല്ലോ, വിവാഹം എന്ന് പറയുന്നത് ഒരു കുദാശയാണ്. സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു പൊരുത്തമുണ്ട്. അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ അംഗീകരിക്കുക, എനിക്കിഷ്ടമില്ലെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആ വ്യക്തി പറഞ്ഞതുകൊണ്ട് അതിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുക, ഞാൻ അംഗീകരിക്കുക, എന്നിട്ട് പരസ്പരം യോജിച്ച് പോകാനായിട്ട് പരിശ്രമിക്കുക, ത്യാഗം ചെയ്യുക. ചില വീഴ്ചകളുണ്ടാകുമ്പോൾ കുറ്റപ്പെടുത്തുകയല്ല, യോജിച്ച് നിന്ന് അതിനെ നേരിടുക, എന്തെങ്കിലും നന്മകൾ ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കുക. അതുകൊണ്ടാണ് വിവാഹം കുദാശയിലെടുക്കുന്ന പ്രതിജ്ഞ ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്നാണല്ലോ പ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ അത് ഏക മനസ്സോടെ അല്ല ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ എൻ്റെ താല്പര്യം അനുസരിച്ച് ജീവിത പങ്കാളിയും വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ ഭദ്രത എന്ന് പറയുന്നത് പരസ്പരമേറ്റെടുത്ത് ഒരു മനസ്സോടെ പോകാനും അത് ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് കണ്ട് അംഗീകരിച്ച് പോകുന്നിടത്ത് ആ ദൈവാനുഗ്രഹത്തിൽ ആ കുടുംബജീവിതം ഒറ്റക്കെട്ടായിരുന്നു. പണ്ടൊക്കെ ഈ പെൺകുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ആൺകുട്ടിയോ വീട്ടിൽ വന്ന് മാതാപിതാക്കൾ പറയാൻ എനിക്ക് പറ്റും. പക്ഷേ മാതാപിതാക്കളുടെ കഠിനമായ ശ്രമം ഉണ്ടായിരുന്നു അവരെ ഒന്നിപ്പിച്ച് തന്നെ കൊണ്ടാകാൻ, ബന്ധുക്കളുടെയൊക്കെ ഒരു കഠിനമായ ശ്രമം. ഇന്ന് പക്ഷേ ഒരു പെൺകുട്ടി ഭർത്താവിൻ്റെ ചെറിയ കാര്യത്തിൽ പടങ്ങി വിട്ട് നീ ഇവിടെ തന്നെ നിന്നോ മോളെ, നിന്നെ ഞങ്ങൾ നോക്കും എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് മാതാപിതാക്കൾ മാറി. പിതാവ് മുമ്പ് പറഞ്ഞ പോലെ കുട്ടികൾ ഇഷ്ടങ്ങൾ മാത്രം നോക്കുന്ന മാതാപിതാക്കളായി മാറിയതും ഇത് വർദ്ധിക്കാനൊരു കാരണമായില്ല. അതെ. അപ്പോൾ അതുകൊണ്ട് താഴെ മുതൽ പരിശീലനം ആരംഭിക്കുകയാണ്. ആ പരിശീലനത്തിലൊന്നും നമ്മളാരും അത് വിട്ടുകളയാതിരിക്കുക. ആ പരിശീലനത്തിലൂടെ ശൈശവത്തിലും കൗമാരത്തിലൂടെ കടത്തി വിടുമ്പോൾ ഈ പറയുന്ന പല കാര്യത്തിലും കുറച്ച് പരിഹാരം ഉണ്ടാകും. MGC കോഴ്സ് 4 ദിവസത്തെയൊക്കെ ഉള്ളൂ, 5 ദിവസത്തെ, അതിന് ഒഴിവ് കിട്ടുമോ എന്നറിയാൻ വേണ്ടി പരിശ്രമിക്കുന്ന യുവാക്കളുടെ എണ്ണം വളരെ കൂടിയിരിക്കുകയാണ്. പക്ഷേ എത്രയോ മനോഹരമാണ് ആ MGC കോഴ്സുകളൊക്കെ. അതൊക്കെ നമുക്ക് കുടുംബജീവിതത്തിൻ്റെ വലിയൊരു അടിത്തറ, നല്ലൊരു ഭദ്രത പകരുന്നൊരു കാര്യമാണ്. അതിനെല്ലാം ഒഴിവ് ചോദിക്കുന്നു, പലർക്കും അതിന് ഒഴിവ് കൊടുക്കേണ്ടി വരുന്നു. കാരണം അവധി ദിവസങ്ങളിൽ ഒരു 4 ദിവസത്തെ അവധിക്ക് വന്ന് ഈ 4 ദിവസം കൊണ്ട് വിവാഹം കഴിഞ്ഞ് പോകുന്നു. പിന്നെ 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാണ് ഇവർ തമ്മിൽ കാണുന്നത് പോലും. അതും ഒരു പരിധിവരെയൊക്കെ കാരണമായിട്ടില്ല. മനുഷ്യൻ ഈ ലോക ജീവിതത്തെക്കുറിച്ചാണ് കൂടുതൽ. ഇപ്പോൾ നമ്മൾ ഈ സിറോ മലബാർ സഭയിലെ കാലം
ആരാധനക്രമത്തിൻ്റെ കാലമെന്ന് പറയുന്നത് ഇപ്പോൾ ഏലിയാസ് ലീവ മോശക്കാലത്താണ്. അപ്പോൾ ഈ കാലത്ത് നമ്മൾ ധ്യാനിക്കുന്നത് നമ്മുടെ മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, അന്ത്യവിധിയെക്കുറിച്ച്, ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച്. ഇത് നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മൾ അറിയാതെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ മാത്രം, ഈ ലോകത്തെ ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമേ ഇതിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. നമ്മളിപ്പോൾ എപ്പോഴും ചിന്തിക്കുന്നത് ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ. ഇതിനപ്പുറത്ത് നമ്മളെല്ലാം നേരിടേണ്ട ഒരു യാഥാർത്ഥ്യം മരണമുണ്ട്. അതിനുശേഷം നമ്മൾ കാത്തിരിക്കേണ്ട അന്ത്യവിധിയുണ്ട്. ഈശോയുടെ രണ്ടാമത്തെ ആഗമനവും ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ലോകത്തിലൂടെ മാത്രമല്ല, നിത്യജീവനെ ലക്ഷ്യമാക്കി ജീവിക്കേണ്ടവരാണ് എന്നുള്ളൊരു ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടായാൽ നമ്മളീ പറയുന്ന കുടുംബജീവിതം ഭദ്രമാകും, പൗരോഹിത്യ ജീവിതവും സന്യാസ ജീവിതവും ഈ ലോക ജീവിതവും കുറച്ചുകൂടി സുന്ദരമാകും എന്നാണ്. അപ്പോൾ നിത്യജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. അതിനെ ലക്ഷ്യമാക്കി ജീവിക്കാൻ പരാജയപ്പെടുന്നിടത്ത് ഇത് നമുക്ക് പലതും നഷ്ടമാകുന്നുണ്ട്. പിതാവ് അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞു വന്നുകൊണ്ട് ആണ് പറഞ്ഞത്, നമ്മൾ ഈ വിശ്വാസ പരിശീലനത്തിന് കാലാനുഗതമായ മാറ്റം വരണമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പൗരോഹിത്യ പഠന പാഠ്യപദ്ധതിയിലും ഇപ്പോൾ നമുക്കറിയാം 10 വർഷമൊക്കെ പുരോഹിതനാകാൻ പഠിച്ചതിന് ശേഷം സെമിനാരി ജീവിതം, സെമിനാരി സിലബസ്, ഇതിലും ഒരു മാറ്റം. ഇപ്പോൾ പഴയ ഒരു വിശ്വാസികളല്ല, ആ ഒരു തലത്തിലുള്ള വിശ്വാസ ജീവിതമല്ല. കാലം വളരെയേറെ മാറി. ഇപ്പോഴത്തെ നമ്മുടെ വൈദികരുടെ അജപാലന ശുശ്രൂഷ മേഖലകൾ തന്നെ മാറി. അന്ന് വളരെയേറെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു ആ മേഖലകളിലൊക്കെ. അപ്പോൾ അതിലും ഒരു മാറ്റം വരേണ്ടതില്ലേ? ആക്ച്വലി നമ്മൾ വിചാരിക്കുന്നത് പോലെ മാറ്റം വരുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അതെല്ലാം അതിൻ്റേതായ തലങ്ങളിൽ കാലാകാലങ്ങളിൽ നടക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് സെമിനാരിയിലേക്ക് ആദ്യം പരിശീലനത്തിൽ വരുന്ന മൈനർ സെമിനാരി എന്നാണല്ലോ പറയുന്നത്. അവിടെയുള്ള സിലബസുകളെല്ലാം കാലാനുസൃതമായി പരിഷ്കരിക്കും. സിനഡിൽ അത് ചർച്ച ചെയ്യും. ഈ അടുത്ത കാലത്ത് പോലും സെമിനാരി പരിശീലനത്തെക്കുറിച്ചുള്ള പഠനങ്ങളും പാഠ്യ പദ്ധതികളെക്കുറിച്ചുമുള്ള പഠനങ്ങളും ചർച്ചകളും ഉണ്ടായിരുന്നു. അപ്പം അവരെയൊക്കെ വിളിച്ചു കൂട്ടാറുണ്ട്. നമ്മൾ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ സിലബസുകൾ പരിഷ്കരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. മേജർ സെമിനാരിയിലേക്ക് വരുമ്പോഴും പുതിയ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ, ധാർമ്മികതയിൽ, വിശ്വാസപരമായ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള വിഷയങ്ങൾ, അങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങൾ കാലാകാലങ്ങളിൽ കൂട്ടിച്ചേർക്കാറുണ്ട്, പുതിയ രീതികൾ അവലംബിക്കാറുണ്ട്. ഇപ്പോൾ തന്നെ ആദ്യകാലത്തായിരുന്നു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ, പിന്നെ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അങ്ങനെയുള്ള പുതിയ പുതിയ രീതിയിലുള്ള ക്ലാസ്സുകൾ, പുതിയ വിഷയങ്ങൾ, പുതിയ ടോപ്പിക്കുകൾ, ഇതെല്ലാം ഈ സെമിനാരി പരിശീലന കാലഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാറുണ്ട്. പിന്നെ സൈക്കോളജിക്കലായിട്ടുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ പുതിയ പുതിയ ട്രെൻഡുകളെക്കുറിച്ച് നമ്മൾ ക്ലാസ്സുകൾ പുതിയ എടുക്കാറുണ്ട്. നേരത്തെ വൈദികർ മാത്രമേ പഠിപ്പിക്കുന്നുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ സമർപ്പിതർ പഠിപ്പിക്കുന്നുണ്ട്. അൽമായ സഹോദരങ്ങളും ഈ പറയുന്ന സെമിനാരി പരിശീലനത്തിലുണ്ട്. പക്ഷേ പൂർണ്ണമാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ മാറ്റങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ്. സമൂഹത്തിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ പെരുമാറുന്നത്, നമ്മുടെ കണക്കുകൾ, ഉദാഹരണത്തിന് പള്ളിയുടെ കണക്കുകൾ ഉൾപ്പെടെയുള്ളത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതിൻ്റെ നിയമവശങ്ങൾ മുതലായ എങ്ങനെയാണ് യുവജനങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്, അവരുടെ സൈക്കോളജിക്കലായിട്ട് വിഷയങ്ങളെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഈ വക വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഈ സെമിനാരി പരിശീലന കാലത്തിൽ പുതിയ പുതിയ വിഷയങ്ങളായി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പുതിയ ട്രെൻഡുകളെക്കുറിച്ച് പഠിക്കാറുണ്ട്. അങ്ങനെയുള്ള എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ വിളിച്ച് ക്ലാസ്സുകൾ എടുപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഈ വൈദിക പരിശീലനം കഴിഞ്ഞ്, അല്ലെ വൈദിക പരിശീലനത്തിൻ്റെ അവസാന വർഷമോ, അല്ലെങ്കിൽ വൈദികനായതിനു ശേഷമുള്ള ആദ്യ വർഷമോ മിഷൻ പ്രദേശങ്ങളിലേക്ക് ഒരു വർഷത്തെ സേവനത്തിനായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മിഷൻ പ്രദേശത്തെ ആ സേവന മേഖലകൾ നമുക്കറിയാം, വളരെയേറെ പല മേഖലകളും മിഷൻ പ്രദേശമൊക്കെ വളരെ ദരിദ്രമായ ജീവിത സാഹചര്യങ്ങളുണ്ട്. വിശ്വാസം ആളുകൾ ഒരുപാട് പ്രതീക്ഷിക്കുന്ന മേഖലകളുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ചാൽ കുറച്ചുകൂടെ തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്ന നല്ലൊരു പുരോഹിത ഗണത്തെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ സെമിനാരികളിൽ കുറച്ച് സമയം, മാസങ്ങളോളം മിഷൻ പ്രദേശങ്ങളിലേക്ക് സെമിനാരിക്കാരെ ഫോർമേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. പിന്നെ ഫിലോസഫി കഴിഞ്ഞ റീജൻസി ടൈമിൽ ഒരു വർഷത്തെ കുറച്ചുകൂടി അവർക്ക് ആഴമായിട്ട് തങ്ങളുടെ ദൈവങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നൊരു സമയമാണല്ലോ. ആ സമയത്ത് ഇതുപോലെയുള്ള മിഷൻ പ്രദേശങ്ങളിൽ ശുശ്രൂഷയ്ക്കായിട്ട് പോകാറുണ്ട്. അപ്പം
മിഷനെക്കുറിച്ച് പഠിപ്പിക്കാറുണ്ട്. ആ പ്രദേശങ്ങളിൽ കൊണ്ടുചെന്ന് അവരെ മാസങ്ങളോളം ചിലപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അനുഭവത്തിലൂടെ കൂടുതൽ ആ പ്രദേശങ്ങളെ സന്ദർശിച്ച് കൂടുതൽ അനുഭവം നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഇപ്പം പിതാവെ, നമുക്കറിയാം നമ്മളുടെ കൂടാര യോഗങ്ങളിലായിക്കോട്ടെ, വൈദികരുടെ മീറ്റിങ്ങുകളിലായിക്കോട്ടെ, അൽമായരുടെ മീറ്റിങ്ങുകളിലായിക്കോട്ടെ, സന്യസ്തരുടെ സംഗമങ്ങളിലായിക്കോട്ടെ, കുറച്ചും കൂടെയൊക്കെ അനുസരണശീലം ഇവർക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് പിതാവിന് തോന്നിയിട്ടുള്ള നിമിഷങ്ങളുണ്ടായിട്ടുള്ളൂ. എല്ലാ തലങ്ങളിലും അനുസരണം വേണമല്ലോ. അനുസരണം വൈദികർക്ക് മാത്രമായിട്ടല്ലല്ലോ അനുസരണം. അത് സമർപ്പിതർക്ക് അനുസരണമുണ്ട്, കുടുംബജീവിതത്തിൽ അനുസരണമുണ്ട്. അനുസരണം ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഈശോ തന്നെയും പിതാവിൻ്റെ അഭീഷ്ടമനുസരിച്ച് പ്രവർത്തിച്ചാണല്ലോ തീർച്ചയായിട്ടും അപ്പം തൻ്റെ പരസ്യ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അനുസരണം എല്ലാ തലങ്ങളിലുമുണ്ട്. പിന്നെ വൈദികരും സമർപ്പിതരുടെ ഇടയിൽ അത് കുറച്ചുകൂടി ആ അനുസരണം സഭയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതേസമയം ജീവിത പങ്കാളിയോട്, കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും ഭാര്യയും ഭർത്താവും എന്ന നിലയിൽ അനുസരണം അതിന് ആ തലം ഉണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു തലം ഈ പറയുന്നത് പോലെ കുറേ കൂടി അതിൻ്റെ ചൈതന്യത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അനുസരണം ഒരു പുണ്യമാണ്. അനുസരണം പുണ്യമല്ലാത്തതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ എനിക്കിഷ്ടമുള്ളത് ഞാൻ അനുസരിക്കുന്നു, എനിക്ക് താല്പര്യമുള്ളത് ഞാൻ അനുസരിക്കുന്നു എന്നുള്ളതല്ല അനുസരണം. അതായത് അനുസരണം എന്ന് പറയുന്നത് അത് ദൈവഹിതത്തോട് ബന്ധപ്പെടുത്തി താരതമ്യം ചെയ്തുകൊണ്ട് വേണം അത് അനുസരണത്തെ ഞാൻ എൻ്റെ ദൈവവിളിയുമായി ബന്ധപ്പെടുത്തി ഞാൻ അനുസരണത്തെ കുറിച്ച് പറയുമ്പോൾ അത് സഭയുമായിട്ട് ചേർന്ന് നിൽക്കും. ചിലപ്പോൾ വ്യക്തിപരമായ നഷ്ടങ്ങളാവാം. നഷ്ടങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം, നമുക്കുണ്ടാവാം. അപ്പം ഞാൻ അനുസരണം എന്ന് പറയുന്നത് എൻ്റെ സഭയോടും ദൈവത്തോടും ചേർന്ന് നിന്നാണ് ഞാൻ അനുസരിക്കേണ്ടത്. അല്ലാതെ മറ്റു രീതിയിൽ എനിക്ക് അനുസരണത്തെ കാണാം. എൻ്റെ വ്യക്തിപരമായ കാര്യം എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, എനിക്ക് ഇഷ്ടമില്ല എന്നതുകൊണ്ടല്ലല്ലോ. ഈശോ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഈശോ പിതാവിൻ്റെ ഹിതം എന്താണെന്ന് അറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം ചിലത് നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ ബുദ്ധി കൊണ്ട് എനിക്ക് താല്പര്യമില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല എന്നതുകൊണ്ടല്ല നമ്മളതിനെ അനുസരിക്കുക എന്നത്. മറ്റത് അത് ദൈവഹിതം എന്ന നിലയിൽ സഭയിലൂടെ എനിക്ക് ലഭിച്ചതാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനതിനെ സ്വീകരിക്കുന്നത്. ആ സ്വീകരിക്കുന്നത് ഒരു പുണ്യമാണ്.